അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചു. വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് മയക്കുവെടി വെച്ചത്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, വിവരങ്ങൾ. അനുജ, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കണ്ണൂർ കേളകത്തെ അടയ്ക്കാത്തോട് മേഖലയെ ഭീതിയിലാക്കിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. വെറ്റിനറി ഡോക്ടർ ആർ രാജിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം കഴിഞ്ഞ 5 ദിവസമായി കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 9 ദിവസത്തിലധികമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ കടുവ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ആ മേഖലയിലെ തന്നെ ഒരു കർഷകൻ ടാപ്പിംഗ് തൊഴിലാളി ടാപ്പിങ്ങിന് വേണ്ടി പോയ ഘട്ടത്തിൽ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ആ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ദൗത്യസംഘം വലിയ തോതിൽ പണിപ്പെട്ടു. 3 സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു. നേരത്തെ തന്നെയും കടുവയും അവിടെ തന്നെയുള്ള ഒരു കർഷകന്റെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ദൗത്യം ഫലവത്തായിരുന്നില്ല. പിന്നീട് തുടർച്ചയായി പ്രത്യേക ദൗത്യസംഘം ആ മേഖലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് കടുവയും ആ മേഖലയിലുള്ള കർഷകനായ ബാബുവിന്റെ റബ്ബർ തോട്ടത്തിൽ തന്നെ കടുവയെ കണ്ടെത്തിയത്. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ദൗത്യത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മയക്കുവെടി വെച്ചു, കൂട്ടിലാക്കി കണ്ണവത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അത് ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അവിടെ കടുവയെ നിരീക്ഷിക്കും. അതിനുശേഷമാണ് എവിടെ തുറന്നു വിടണം, എങ്ങോട്ട് മാറ്റണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കുകയുള്ളൂ. സാധാരണഗതിയിൽ മയക്കുവെടി വെക്കുമ്പോൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അത് കണ്ടുവരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവിടെ തന്നെ കടുവയെ തുടർച്ചയായി നിരീക്ഷിക്കും. അതിനുശേഷം ആയിരിക്കും എങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വനത്തിലേക്ക് തന്നെ തിരികെ അയക്കണമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഏതായാലും മേഖലയിൽ ഒരാഴ്ചക്കധികമായ ഭീതിക്ക് പര്യവസാനമായിരിക്കുകയാണ്. ആശങ്കയാകുന്നു, വിരാമമാകുന്നു. ആ ആശങ്കയ്ക്ക് വിരാമമാകുന്നു. അടയ്ക്കാത്തോടിലെ കടുവയെ മയക്കുവെടി വെച്ചു.